പഞ്ചവർണ്ണങ്ങൾക്ക് പഞ്ചഭൂത സങ്കല്പങ്ങളാണുള്ളത്. പഞ്ചവർണ്ണങ്ങൾ കൊണ്ട് പത്മമിട്ട് ചെയ്യുന്ന പൂജാകർമ്മങ്ങൾക്കും അതുകൊണ്ട് തന്നെ വളരെയേറെ പ്രാധാന്യമുണ്ട്. ആരെയും അത്ഭുതപ്പെടുത്തുന്ന ദേവതാ രൂപങ്ങൾ പത്മത്തിൽ തീർക്കുന്ന കേരളത്തിലെ തന്നെ അതിപ്രശസ്തരാണ് നാഗലശ്ശേരി ഹരീഷും കുരളിപ്പുറം നാരായണൻ നമ്പൂതിരിയും. കല്ലാറ്റ് കുടുംബത്തിൽപ്പെട്ട ജിഷ്ണു കല്ലാറ്റും ഹരിഗോവിന്ദും ഒപ്പമുണ്ട്. എൻ്റെ പേര് ഹരീഷ് നാഗലശ്ശേരി, പട്ടാമ്പി അടുത്താണ് എൻ്റെ വീട്. ഇത് ജിഷ്ണു കല്ലാറ്റ്, ചേലക്കര അടുത്ത ആറ്റൂരാണ് സ്വദേശം. ഞങ്ങൾ കല്ലാറ്റ് ഗ്രൂപ്പ് സമുദായത്തിൽപ്പെട്ട കളവെഴുതുന്ന കലാകാരന്മാരാണ്. ഇവിടെ വന്നിരിക്കുന്നത് പൂജകൾക്ക് പത്മങ്ങൾ ഇടാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ 4 പേര് ഇവിടെ വന്നിട്ടുണ്ട്. കുരളിപ്പുറം നാരായണൻ നമ്പൂതിരി, ഹരിഗോവിന്ദ്, ഞങ്ങളെ കൂടാതെ 2 പേരും കൂടിയുണ്ട്. 4 പേരാണ് ഇവിടെ പത്മ ഇടാൻ വന്നിരിക്കുന്നത്. പൂജകൾക്ക് അലങ്കാരത്തിന് വേണ്ടിയിട്ട് ഏത് പൂജയാണോ നടത്തുന്നത് ആ പൂജയ്ക്കുള്ള ആ ദേവൻ്റെ അല്ലെങ്കിൽ ദേവിയുടെ രൂപം പഞ്ചവർണ്ണങ്ങളെ കൊണ്ട്, പഞ്ചവർണ്ണങ്ങൾ പാരമ്പര്യമായിട്ട് കളവെഴുതുന്ന രീതിയാണ്. വർണ്ണങ്ങളെ ഉപയോഗിച്ച് കളറുകൾ മിക്സ് ചെയ്തിട്ട് ജൂഡി ചിത്രം വരയ്ക്കുക വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. കണ്ണപുരം മാണിക്യം കുടുംബത്തിലെ പൊയിൽ കാർത്തിയായനി അമ്മയുടെ 3ാം ശ്രാദ്ധ ദിനത്തോടനുബന്ധിച്ച് 3 ദിവസങ്ങളിലായി നടന്ന പൂജയ്ക്ക് ഇവർ ഒരുക്കിയ ദേവതാരൂപങ്ങൾ ആരെയും അതിശയിപ്പിക്കുന്നതാണ്. വെളുപ്പ്, കറുപ്പ്, മഞ്ഞ, പച്ച എന്നീ വർണ്ണപ്പൊടികളാണ് പത്മങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. പ്രകൃതിയും മനുഷ്യനും ഈശ്വരനും തമ്മിലുള്ള ഏകീകരണ ബന്ധം വ്യക്തമാക്കുന്നതാണ് പത്മമിട്. പ്രകൃതിദത്തമായ ഈ പഞ്ചവർണ്ണങ്ങൾ പഞ്ചലോഹ പ്രതീകങ്ങളാണ്. ഉണക്കലരി പൊടിച്ച് വെള്ളപ്പൊടിയും, മഞ്ഞൾ പൊടിച്ച് മഞ്ഞപ്പൊടിയും, ഉമി കരിച്ച് കറുത്ത പൊടിയും, മഞ്ചാടി ഇലയും വാകയിലയും പൊടിച്ച് പച്ചപ്പൊടിയും, മഞ്ഞൾ, ചുണ്ണാമ്പ് എന്നിവ ചേർത്ത് ചുവന്ന പൊടിയും ഉണ്ടാക്കുന്നു. ഇവ യഥാക്രമം വെള്ളി, സ്വർണം, ഇരുമ്പ്, പിച്ചള, ചെമ്പ് എന്നീ ലോഹങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. കൂടാതെ പഞ്ചഭൂത സങ്കല്പമാണ് 5 വർണ്ണങ്ങൾക്കുമുള്ളത്. മഞ്ഞ പൃഥ്വി വിഭൂതമായും, വെളുപ്പ് ജലഭൂതമായും, ചുവപ്പ് തേജോഭൂതമായും, പച്ച വായുഭൂതമായും, കറുപ്പ് ആകാശഭൂതമായും പരികൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിലൂടെ പഞ്ചഭൂതമയമായ മൂർത്തി ശരീര സങ്കല്പം പത്മങ്ങളുടെ നിർമ്മാണത്തിന് പിറകിലുണ്ട്. താന്ത്രികം, മാന്ത്രികം, വൈദികം എന്നീ തരംതിരിവുകളിൽ താന്ത്രികവും വൈദികവുമായ പ്രധാനികളായ സപ്തദേവന്മാരെ ഉദ്ദേശിച്ചാണ് വിധികൾ കാണുന്നത്. ചക്രാബ്ജമാണ് പത്മങ്ങളിൽ വെച്ച് ഏറ്റവും വലുതും മനോഹരവും. ആശാരിക്കോലിന് 8 കോൽ നീളത്തിലും 8 കോൽ വീതിയിലും സമചതുരമായി നിർമ്മിച്ചെടുക്കുന്നതാണ് ചക്രാബ്ജം. ദുർഗയ്ക്ക് ശക്തിദണ്ഡ് എന്ന പത്മമാണ് ഇടുന്നത്.
സുബ്രഹ്മണ്യന് ഷഡ്ദളപത്മം നിർമ്മിക്കുന്നു. ശിവൻ, ഗണപതി, ശങ്കരനാരായണൻ, ശാസ്താവ് എന്നീ ദേവതകൾക്ക് ഭദ്രക പത്മമാണ് ഇടേണ്ടത്. ചെറുവന്നൂരമ്മ, മൂകാംബിക ദേവി, അയ്യപ്പൻ, ഗുരുവായൂരപ്പൻ, അനന്തശയനം, പത്മനാഭസ്വാമി, ചോറ്റാനിക്കര അമ്മ, ബദ്രിനാഥ്, കാശി വിശ്വനാഥ്, വെങ്കിടാചലപതി, രാജരാജേശ്വരൻ, ശ്രീരാമൻ എന്നിങ്ങനെയുള്ള 11 രൂപങ്ങളാണ്, ചിത്രങ്ങളാണ് ഇന്നിവിടെ വെച്ചത്. മഹാപൂജകളിൽ പത്മമിടുന്നതിന് അതിപ്രാധാന്യമാണ് കൽപ്പിക്കുന്നത്. കണ്ണപുരം മാണിക്യം കുടുംബത്തിൽ പൊയിൽ കാർത്യായനിയമ്മയുടെ 3ാം ശ്രാദ്ധദിനത്തോടനുബന്ധിച്ച് 3 ദിവസങ്ങളിലായി പത്മമിട്ട് വിവിധ മഹാപൂജകൾ നടന്നു. ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, മഹാചണ്ഡികാ ഹോമം എന്നിവയോടുകൂടിയാണ് ചടങ്ങുകൾ തുടങ്ങിയത്. അയോധ്യയിലെ പ്രധാന പൂജാരി സന്തോഷ് തിവാരിജിയുടെ കാർമ്മികത്വത്തിൽ നടന്ന പൂജയിൽ അമ്പും വില്ലുമേന്തിയ ശ്രീരാമൻ്റെ രൂപം പത്മത്തിൽ വരച്ചിരുന്നു. ശബരിമല തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ കാർമ്മികത്വത്തിൽ നടന്ന മഹാ ശ്രീചക്ര പൂജയ്ക്ക് തീർത്ത ശ്രീചക്രം കാണേണ്ടതു തന്നെ. മൂന്നാമത്തെ ദിവസം ഒരേ സമയം 12 തന്ത്രിമാരുടെ നേതൃത്വത്തിൽ പൂജകൾ നടന്നു. നവഗ്രഹ പൂജ, ഗുരുവായൂരപ്പൻ പൂജ, ചോറ്റാനിക്കര ദേവി പൂജ, ബദരീശ പൂജ, ശ്രീരാമ പൂജ, ശ്രീരാജരാജേശ്വര പൂജ, പത്മനാഭസ്വാമി പൂജ, അയ്യപ്പ പൂജ, മൂകാംബികാ ദേവി പൂജ, കാശി വിശ്വനാഥ പൂജ, വെങ്കിടാചലപതി പൂജ, ചെറുകുന്നിലമ്മ പൂജ എന്നിവയാണ് ഒരേ സമയം നടന്നത്. ഈ പൂജകൾക്കെല്ലാം അതാത് ദേവതമാരുടെ രൂപങ്ങൾ പത്മത്തിൽ തീർത്തിരുന്നു. അതിൻ്റെ മുന്നിലിരുന്നു കൊണ്ടാണ് ആചാര്യന്മാർ പൂജകൾ ചെയ്തത്. പത്മമിട്ട് ചെയ്യുന്ന പൂജകളിൽ പത്മത്തിനാണ് വിശിഷ്ടമായ സ്ഥാനം. അതുകൊണ്ട് തന്നെ പൂജാവിധാനങ്ങളിൽ വളരെയധികം പ്രാധാന്യം പത്മങ്ങൾക്കുണ്ട്. ശിവദാസൻ കരിപ്പാൽ, കണ്ണൂർ മീഡിയ. Relax. Redefine yourself. Green Planet Hotel, near Kannur Airport, Mattanur.